ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം ഉത്തമഗീതം 1 മുതൽ 4 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഉത്തമഗീതം 2-ാം അധ്യായം 10-ാം വാക്യം. എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ഈ പുസ്തകം പഴയ നിയമത്തിലെ ജ്ഞാനസാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഇതൊരു പ്രണയ കാവ്യമാണ്. യഹൂദ പാരമ്പര്യത്തിൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രതീകമായാണ് ഈ പുസ്തകം വായിക്കപ്പെടുന്നത്. എന്നാൽ വിശ്വാസപരമായി ക്രിസ്തുവും സഭയും അല്ലെങ്കിൽ ക്രിസ്തുവും ഓരോ വിശ്വാസികളും തമ്മിലുള്ള ആത്മീയ സ്നേഹബന്ധത്തിൻ്റെ പവിത്രമായ ഒരു ചിത്രമായി പുനർവായിക്കപ്പെടുന്നു. ഈ പുസ്തകം ശുദ്ധമായ സ്നേഹം, വിശ്വസ്തത, സമർപ്പണം, പരസ്പര ബഹുമാനം ഇവയുടെ മഹത്വത്തെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പരമ്പരാഗതമായി ശലോമോനാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ വായനാഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. 1, ആത്മീയ വളർച്ചയുടെ വിളിക്ക് പ്രതികരിക്കുക. നമ്മൾ കുറിവാക്യത്തിൽ കേട്ടതുപോലെ ഈ വാക്യത്തിൽ വധു വിളിക്കുന്നതായാണ് കാണുന്നത്. ഓരോ വിശ്വാസിയെയും ദൈവം നിശ്ചലമായ ആത്മീയ ജീവിതത്തിൽ നിന്ന് വളർച്ചയിലേക്കാണ് വിളിക്കുന്നത്. ഇത് ക്രിസ്തു തൻ്റെ ജനത്തെ പുതിയ ജീവിതത്തിലേക്കും കൂടുതൽ അടുത്ത കൂട്ടായ്മയിലേക്കും വിളിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പഴയ പരാജയങ്ങളും ആത്മീയ മന്ദതയും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പഴയവ ഉപേക്ഷിച്ചെങ്കിലേ ഒരു പുതിയ തുടക്കം സാധ്യമാകുകയുള്ളൂ. ദൈവം നമുക്ക് പുതിയ തുടക്കങ്ങൾക്ക് അവസരവും അതിന് അനുകൂലമായ സാഹചര്യങ്ങളും നൽകുന്നവനാണ്. അതിനാൽ സുരക്ഷിതമായ ഇടത്തു മാത്രം നിൽക്കാതെ വിശ്വാസത്തിൽ മുന്നേറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം നിശ്ചലമായി പോകാതെ പുരോഗമനത്തിനായി നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ ആത്മീയ വളർച്ചയെ തടയുന്ന പാപങ്ങളും ശീലങ്ങളും നാം ഉപേക്ഷിക്കുക എന്നതാണ്. രണ്ടാമതായിട്ട് ഇവിടെ കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധം വളർത്തുക എന്നതാണ്. ക്രിസ്തീയ ജീവിതം എന്നത് വെറും മതാചാരങ്ങളുടെ ഒരു സമാഹാരമല്ല, പിന്നെയോ യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ സ്നേഹബന്ധമാണ്. ഉത്തമഗീതത്തിൽ വധുവിന് തൻ്റെ പ്രിയനോടുള്ള സ്നേഹവും അടുപ്പവും ക്രിസ്തുവുമായി ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട മനോഹരമായ ബന്ധത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത്തരത്തിൽ വധു തൻ്റെ പ്രിയനെ അന്വേഷിക്കുന്നത് പോലെ നാമും ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അന്വേഷിക്കുക. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ അവനെ കണ്ടെത്തുമെന്ന് യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു. തുടർന്ന് ഉത്തമഗീതങ്ങൾ 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ പ്രിയനെ കണ്ടെത്തിയ വധു അവനെ വിട്ടില്ല എന്ന്. അതിനാൽ നാമും പ്രാർത്ഥന, വചനധ്യാനം, ആരാധനകൾ എന്നിവയിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ പരീക്ഷകളിലും പ്രയാസങ്ങളിലും അവനെ മുറുകെ പിടിക്കുക. ഇന്നത്തെ ലോകത്ത് സ്നേഹം എന്നത് സ്വാർത്ഥതയിലും താൽക്കാലിക വികാരങ്ങളിലും അടിമപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ വിശുദ്ധവും വിശ്വസ്തവും ത്യാഗപൂർണവുമാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതിനാൽ ഈ തിരുവചനം ദാമ്പത്യ ജീവിതത്തിന് മാത്രമല്ല, ഓരോ വിശ്വാസിയുടെയും ആത്മീയ ജീവിതത്തിനും ഒരു വെല്ലുവിളിയും പ്രചോദനവുമായി ഇന്നും നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, തമ്പുരാൻ നമ്മെ വിളിക്കുന്ന വിളിക്ക് പ്രതികരിക്കുവാനും ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധം ആഴത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങേ അധികമായി സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാനും ക്രിയാത്മകമായി പ്രതികരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അതുപോലെ തന്നെ കർത്താവെ, ദിനം പ്രതി അങ്ങയുമായുള്ള സ്നേഹബന്ധത്തിൽ മുതിർന്നു വരുവാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ.